ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീബിനാലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കഥയിലുമുണ്ടൊരു കാര്യം. സ്റ്റോറി തെറാപ്പിയുടെ ദിവസമാണ്. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് പരീക്ഷയുടെ സമയമായതുകൊണ്ട് എക്സാം ഓറിയന്റേഷൻ എന്ന് പറയുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് എങ്ങനെ നമ്മുടെ പാഠപുസ്തകത്തിലെ കഥകൾ അല്ലെങ്കിൽ പാഠപുസ്തകത്തിന്റെ കണ്ടന്റ് എങ്ങനെ നമ്മുടെ മനസ്സിൽ മനഃപ്പാഠമാക്കി പഠിക്കാം എന്നുള്ളതായിരുന്നു ഇന്നത്തെ വിഷയം. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ കഥകളെ അല്ലെങ്കിൽ അറിവുകളെ അല്ലെങ്കിൽ പാഠപുസ്തകത്തിലുള്ള കണ്ടന്റിനെ എങ്ങനെ രസകരമായ സാഹചര്യങ്ങളിലൂടെ ചേർത്ത് മനസ്സിൽ സൂക്ഷിക്കാം, ആവശ്യമുള്ളപ്പോൾ തന്നെ എടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സുജിത്ത് നമ്മോട് സംസാരിക്കും. അതിനു മുമ്പ് ഞാനൊരു വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം. ആ വീഡിയോ തീർച്ചയായിട്ടും ഈ പറയുന്ന കണ്ടന്റുമായിട്ട് ചേർന്ന് വരുന്നതാണ്. അമ്പലഗോപുര നടയിലൊരാനക്കൊമ്പനെ ഞാൻ കണ്ടേ. മുമ്പു മുതൽക്ക് ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. കഴിക്കൂ. മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ. കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ. വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ. വളരെ ചെറുതാം കണ്ണുകളുണ്ട്, വലിയൊരു വയറുണ്ടേ. കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ. തത്വത്തെയാണത് പാടാ. കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ. കഴിക്കൂ. കിട്ടായ കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിലിത്തിരി പാണ്ടുണ്ടേ. കാലിൽ തുടലു കിലുങ്ങുന്നുണ്ട്, വാലിളകുന്നുണ്ടേ. ആനക്കൊമ്പനെ ആകെപ്പാടെ കാണാനഴകുണ്ടേ. 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 പഠനത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ് ഇതിനകത്ത് അവതരിപ്പിക്കപ്പെട്ട ആ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഒരു കലാകാരൻ ജയരാജ് വാര്യരുടെ മകൾ ഇന്ദുലേഖയാണ്. ഈ കവിത അന്തരിച്ച ഈ ഇടയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് അന്തരിച്ച പ്രശസ്ത കവി ശ്രീ NK ദേശം എന്ന് പറയുന്ന കവിയുടെ പാട്ടാണ്. അപ്പൊ ഇന്ന് നമ്മുടെ മനസ്സിൽ കാണുന്നതും അല്ലെങ്കിൽ കാണാൻ പോകുന്ന ചിത്രം ഇത് തന്നെയാണ്. എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായി അറിവോടുകൂടി കാര്യങ്ങളെ ചേർക്കാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരുടെയും പേരിൽ സുജിത്തിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. സുജിത്ത്, യു ആർ വെൽക്കം. താങ്ക് യു സാർ. പറയുന്നത് വ്യക്തമാണല്ലോ അല്ലേ? ഓക്കെ. ഇതില് ആ ഒരു സിറ്റുവേഷൻസ്, എന്റെ പിക്ചർ, കുട്ടി, അമ്മ, റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ കണക്ട് ആവാൻ പറ്റും എന്ന് വെച്ചാൽ ഇമോഷണലി കണക്ട് ആവാൻ പറ്റും. അത്രമാത്രം ഡീപ്പ് ആൻഡ് ഡെപ്ത് ആണ്. അതുപോലെ തന്നെ എനിക്ക് ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ ഇങ്ങനെ പരതുന്ന സമയത്ത് കണ്ടന്റുകൾ ഇങ്ങനെ തേടുവാണ്. ആ സമയത്താണ് വയനാട്ടില് മരിച്ച ആളുടെ മകൾ, എനിക്ക് തോന്നുന്ന എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവള് പറയുന്ന ചില വാക്കുകൾ എനിക്ക് എന്റെ മകന്റെ പ്രായമുള്ളത് കൊണ്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് ഞാൻ കേട്ടത്. അത് കഴിഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. കാരണം വയനാട്ടില് ഇനിയൊരാളാണ്. ആ കൊച്ചിങ്ങനെ പറഞ്ഞു തരാം. രമേശ് ചെന്നിത്തല അവിടെ ഇരിക്കുന്നു, ഇളയ മകനെ അവിടെ മടിയിലിരുത്തുന്നു, മൂത്ത മകള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 13 വയസ്സും പ്രായമുള്ള
ഒരു മകളാണ് അത്. കാരണം എൻ്റെ മകന്റെ പ്രായമായിട്ട് കണക്റ്റഡ് ആണ്. ആള് പറയാണ്, ഇനി ഒരിക്കലും വയനാട്ടിൽ ഞാൻ കരഞ്ഞതുപോലെ എന്ന് ആ കുട്ടി പറയുന്ന സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞു. അതായത് അവളെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് അവൾ കരഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു കരഞ്ഞതുപോലെ ഒരു കുട്ടിയും ഇനി കരയാൻ ഇടവരരുത്. കാരണം എൻ്റെ ഡാഡി എന്ന് പറയുമ്പോൾ അവൾ ഗദ്ഗതം വരുവാണ്. എൻ്റെ ഡാഡി എന്ന് പറയുമ്പോൾ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഡാഡി, യെസ്, ഡാഡി ഇന്നലെ മരിച്ചേ ഉള്ളൂ. അതിനുശേഷമാണ് ആ കുട്ടി സംസാരിക്കുന്നത്. ഫീലിംഗ് അത് കേട്ട് എല്ലാ ഡാഡിമാരിലും അതേ വികാരം സ്പ്രെഡ് ചെയ്യും. എനിക്ക് അതേ പ്രായത്തിലൊരു മകനുണ്ട്, മകളല്ല മകൻ. പക്ഷെ ആ കുട്ടി ഇങ്ങനെ എൻ്റെ ഡാഡി എന്ന് പറയുമ്പോ ഒരു സ്പോസ് അതിന്റെ ഡാഡി. ഇനി ഒരിക്കലും വയനാട്ടിൽ ഒരു വന്യജീവിയുടെയും അക്രമത്തിൽ ഒരു മകനും ഒരു മകളും മരിക്കാൻ ഇടവരരുത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിടർന്ന് അത് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് എ ലൈഫ് സ്റ്റൈൽ. There's a right time, right place, right kind of people. Right time, right place, right kind of people. ഇന്ന് കഴിഞ്ഞ 2 ദിവസമായിട്ട് സംസാരിച്ചത്, നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഒരു ക്യാമറയായിട്ട് എടുക്കുക എന്ന് വിചാരിക്കുക. നമ്മൾ 2 ക്യാമറ കണ്ടുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ ആ പുള്ളി ചാടിക്കയറി ഓടുന്നതും, രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങള് അവിടുന്ന് ആ ഒരു ഗേറ്റ് തുറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അവന്മാർ ഓടിക്കയറുന്നില്ലേ. അതിനുശേഷം 2ാമത്തെ ആള് 3ാമത്തെ ആള് ആന ഗേറ്റ് തകർന്നു വന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നില്ല. കാരണം നമ്മുടെ വിഷ്വലിന്റെ അപ്പുറമാണ് സംഭവിക്കുന്നത്. അവിടെ എന്തോ സംഭവിച്ചു, ഒരു മരണം സംഭവിച്ചു. ഓക്കെ, വിഷ്വലൈസേഷൻ അപ്പുറത്തുള്ള ഒരു സ്വാഭാവികമായ പ്രക്രിയ അവിടെ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചത് ജീവിതത്തിൽ നമ്മൾ എന്ത് നേടാമെന്ന് വിചാരിക്കുന്നുവോ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്കസിങ്. സൂര്യരശ്മികൾ എങ്ങനെയാണോ ഒരു ബിന്ദുവിലേക്ക് ക്രിയേറ്റ് ചെയ്ത് അതിനെ കത്തിക്കുന്നത് പോലെ നമ്മളുടെ ലക്ഷ്യങ്ങൾ ഒരേ ബിന്ദുവിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസീവ് റെവല്യൂഷണറി സക്സസ് ഉണ്ടാക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യത്തിലുള്ള രാജ്യത്തിലാണ് നമ്മൾ ഇപ്പം നിലനിൽക്കുന്നത്. കാരണം പോസിറ്റീവ് മാത്രം പറയുക, പോസിറ്റീവ് മാത്രം സ്പ്രെഡ് ചെയ്യുക. നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നവർക്ക് കുറെ കഴിയുമ്പോഴത്തേക്കും മടുക്കും. കാരണം എന്താ, നെഗറ്റീവിനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യമൊക്കെ ഭയങ്കര അമ്പരപ്പുണ്ടാവും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് എന്തിലേക്ക് വരും, സ്വാഭാവികതയിലേക്ക് വരും, നാച്ചുറൽ പ്രോസസ്സിലേക്ക് വരും. പിന്നീട് അത് വില വെക്കാതിരിക്കും. പക്ഷെ വിഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായൊരു ദിശാബോധം ഉണ്ടാവുക. നമ്മൾ ജനന മരണമാകുന്ന നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രകളിലെ സഞ്ചരിക്കുന്നത്. ജനിച്ചു, മരിക്കും. അതിനിടയ്ക്ക് നമുക്ക് എന്തിവിടെ അവശേഷിപ്പിക്കാൻ സാധിക്കും? എന്നെ സംബന്ധിച്ച് വലിയ ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണ് സുജിത്തിന് ഇവിടെ അവശേഷിപ്പിക്കാൻ സാധിക്കുക? ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഭയങ്കര ചലഞ്ചിങ് ആണ്. ആ സമയത്താണ് കുക്കു FM എന്ന ആപ്പിലൂടെ ഞാൻ കണ്ടത് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. ആൻ ഫ്രാങ്ക് മരിച്ചതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആൻ ഫ്രാങ്കിന്റെ അച്ഛൻ ആണത് പബ്ലിഷ് ചെയ്തത്. അപ്പൊ എനിക്കും അതേ പ്രായത്തിലുള്ളൊരു മകനുണ്ട്. 13 വയസ്സുകാരിയായ മകളുടെ ഡയറി കുറിപ്പുകളാണത്. 14 വയസ്സുകാരനായ മകന്റെ അച്ഛനാണ് ഞാൻ.
അവന്റെ ഡയറി എഴുത്ത് ഞാൻ നേരത്തെ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. പക്ഷെ അത് ലോക മനസാക്ഷിയെ ഉദ്ദീപിപ്പിക്കുമോ എന്നെനിക്കറിയില്ല. അറിഞ്ഞുകൂടാ, അതാണ് യാഥാർത്ഥ്യം. ഷാൻ ഫ്രാങ്ക് എന്തുകൊണ്ടാണ് വ്യത്യസ്തയായത്? ഈ ലോകത്തിൽ വ്യത്യസ്തമാകുന്ന ഒരു ചിന്താധാര ഒരു 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഈ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഡയറി കുറിപ്പിന്റെ പ്രത്യേകത? ആർക്കെങ്കിലും പറയാം? ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. ഞാനിതിൽ ക്യാമറയിൽ സംസാരിക്കും. ചിന്താഗതിയല്ലേ സാറേ? പറയൂ. പണ്ട് വായിച്ചതാ. പോസിറ്റീവ് ചിന്താഗതിയല്ലേ? അതിലുള്ള ഫുൾ പോസിറ്റിവിറ്റി അല്ലേ ആ കുട്ടി ഭാവനയിൽ കാണുന്നത്? 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി അവിടെയാണ് അത്ഭുതപ്പെടുന്നത്. അതേ പ്രായത്തിലുള്ള എത്രയോ പേരെ കുട്ടികളും മക്കളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ കുട്ടിക്ക് എന്താണ് വ്യത്യസ്തത എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു പോകും. ഓക്കെ, എനിക്കൊരു അനിയനുണ്ട്, 10 വയസ്സല്ലേ, ഏതാണ് അവന്റെ ഒരു ശരത്ന. ഓക്കെ, ഒരു ചെറിയ കാര്യത്തിൽ ഞാൻ അവനെ ഭീകരമായി ശിക്ഷിച്ചു. വേറെ ചുറ്റുവട്ടും ആരും ഇല്ലാത്തത് കൊണ്ടും 10 വയസ്സിന് മേലെ എനിക്ക് ആരോഗ്യമുള്ളത് കൊണ്ടും അവൻ ആ ശിക്ഷ ഏറ്റുവാങ്ങി. പക്ഷെ അവനെ ഡയറി എഴുതാൻ ഞാൻ പരിശീലിപ്പിച്ചിരുന്നു. ആ ഡയറി കുറിപ്പുകൾ കഴിഞ്ഞ ദിവസമാണ് ഞാൻ വായിച്ചത്. ആ സമയത്ത് അവന്റെ ചിന്താഗതി, അവൻ ചിന്തിച്ചത് എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി പ്രേരകമായ വസ്തുതയാണ്. കാരണം നമ്മുടെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പൊ നമ്മുടെ ചിന്ത ചെറിയൊരു ചിന്തയായിരിക്കും. ആ ചിന്ത എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നതിന് വേണ്ടി നമുക്കറിയില്ല. അത്രമാത്രം പവറാണ്. കാരണം ഞാൻ അന്ന് അവനെ ശിക്ഷിച്ചതിനെ കുറിച്ച് അവൻ എഴുതിയ വാക്കുകൾ ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത്, കാരണം ഞാൻ വീട്ടിലിങ്ങനെ വന്നു കുറെ ബുക്കുകളൊക്കെ കുറെ ഒഴിവാക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ അറിയാതെ കൈതട്ടി വീണ ഒരിതിൽ നിന്നും അന്ന് 18 വയസ്സുകാരനായ ജ്യേഷ്ഠൻ 9 വയസ്സുകാരനായ അനിയനെ ശിക്ഷിച്ചതിന്റെ അവന് ഒരു ബ്രീഫ് കൊടുത്തിരിക്കുകയാണ്. എന്റെ ചേട്ടൻ എന്തുകൊണ്ടാണ് എന്നെ ശിക്ഷിച്ചെന്നറിയില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഡയറി ഫസ്റ്റ് പ്രയോറിറ്റി. ഇവിടെ വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, ഫസ്റ്റ് ദിസ് മൂമെന്റ് ഈസ് ഇന്നവിറ്റബിൾ. ഈ മൊമെന്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. ഡയറി എഴുതുക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുണ്ട് ഒരു ദിവസം നമ്മൾ കടന്നു പോകും, ഇല്ലേ? 48 മണിക്കൂർ അടുത്ത ദിവസത്തിലേക്ക് കടന്നു പോകും. ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇൻസ്പിറേഷൻ ദാറ്റ് നോട്ട് എ മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ വലിയൊരു ട്രമൻഡസ് ഉള്ള അച്ചീവ്മെന്റ് ആയിരിക്കും മുന്നിൽ കടന്നു വരിക. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് നമ്പർ 1 എന്നാണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ. വിഷ്വലൈസേഷന് വേണ്ടി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വിഷ്വൽ ഓക്കെ, സിനിമ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. പിക്ചറൈസേഷൻ അതിന്റെ കൂടെ വരുവേ. അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം ഫിലിമുകൾ ഇങ്ങനെ പഴയ ഫിലിമാണ്, അതിങ്ങനെ ഓടിച്ചിട്ട് മാത്രമേ ഒരു പിക്ചറൈസേഷൻ സാധ്യമാവുകയുള്ളൂ. ഒരു തിരക്കഥാകൃത്തിന്റെ ഭാവനയിൽ വിരിയുന്ന കാര്യങ്ങളെ ദൃശ്യവൽക്കരിക്കുകയാണ് ഒരു സംവിധായകൻ ചെയ്യുന്നത്. അതായത് തിരക്കഥാകൃത്തിന്റെ ഭാവനയിൽ അതിൽ വിരിയുന്ന കാര്യങ്ങൾ ദൃശ്യവൽക്കരിക്കുക. ഓരോ മാതാപിതാക്കളും ഒക്കെ, നിങ്ങൾ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കാം, അറിയില്ല. ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിൽ അഡ്വാൻറ്റേജ് ആണ്. ഞാൻ പറയുന്നത് ഇതിൽ എത്ര ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എത്ര ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്? ഗ്രാൻഡ് പാരന്റ്സ്. ഞാൻ ഗ്രാൻഡ് പാരന്റ്സോടെ സംസാരിക്കുന്നതാണ്.
നിങ്ങൾക്കാണ് ലോകത്തെ റെവല്യൂഷണറി ആയിട്ട് മാറ്റാൻ സാധിക്കുന്നത്. മക്കളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് നടക്കില്ല. ചാറ്റിൽ പോകണം അല്ലേ? വിൻസെന്റ് സാറ് ഗ്രാൻഡ് പാരന്റ് ആണ്. ചോദ്യം ഒന്നുകൂടെ പറയുക, ഞാൻ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ മുത്തച്ഛനാണോ എന്നാണ് എന്റെ ചോദ്യം. അതെ. അതെ അൻസാരി സാർ. ആ, അതെ. വേറെ എത്ര മുത്തച്ഛന്മാരുണ്ട്, മുത്തച്ഛിമാരുണ്ട്? ഒരു മടിയും വേണ്ട, നിങ്ങൾ പറയണം മുത്തച്ഛനാണോ മുത്തശ്ശിയാണോ എന്നുള്ളത്. ആര്? ഞാൻ മുത്തശ്ശനാണോ എന്നല്ലേ ചോദിച്ചത്? ഞാനൊരു മുത്തശ്ശനാണ് സർ. മുത്തച്ഛന്മാരുടെ കണക്കാണ് വേണ്ടത്. മുത്തച്ഛന്മാരെയാണ് നമുക്ക് വേണ്ടത്. മുത്തശ്ശിയാണ്. മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും കറക്റ്റ് ആണ്. സുജിത് സാറെ എന്നെയും കൂട്ടൂ, ഞാനും ഒരു സാറ് മുത്തശ്ശനാണ്. മുത്തശ്ശനാണോ? അതെ. സാറെ നേരിട്ട് കണ്ട സമയത്തേക്ക് തോന്നിയില്ല, അതുകൊണ്ടാ. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മക്കൾക്ക് 4 മക്കള് വേറെ ഉണ്ടേ. ഇപ്പൊ നമുക്ക് മുത്തച്ഛന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേണിലെ മുത്തച്ഛന്മാരല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഞാനല്ല സാറേ. ആരത്? ഷാജി മാത്യു. ഷാജി മാത്യു. ഞാൻ ഇതൊന്ന് ചെറിയ മുത്തച്ഛന്മാരല്ലാത്ത, അതായത് സാറിന് ഏജ് ഒരു 45-50 വയസ്സിനിടയിലാണ് അല്ലേ? എന്റെ ഏജ് 55. ഞാൻ മുത്തശ്ശനായില്ല. ആ മുത്തച്ഛന്മാരാവാൻ പോകുന്നവരില്ലേ കൂട്ടത്തിൽ? ആവാൻ പോകുന്നവരുണ്ട്, ആവാൻ സമയമായി, പക്ഷെ ആയില്ല. ഓക്കെ, അത് കുഴപ്പമില്ല, ആവും. അത് നമ്മൾ അടുത്ത 1 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് നമ്മളിപ്പം പ്രഖ്യാപിക്കാൻ പോവുക, എക്സ്പെൻഡിച്ചർ അതൊരു കൂട്ടത്തിൽ. ഓക്കെ, ഇനി ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിൽ ഏറ്റവും മഹനീയമായ പദവി, ഏറ്റവും മഹത്വമായ പദവി മുത്തശ്ശനാണ്. അംഗീകരിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? മുത്തശ്ശൻ. ആ ഒരു പദവിയില് നമ്മുടെ പേരക്കുട്ടിയോട് മുത്തശ്ശന് കിട്ടുന്ന അത്ര ആക്സെപ്റ്റൻസി വേറെ ഒന്നിനും കിട്ടില്ല. അത് സത്യമാ. പക്ഷേ സത്യല്ലേ? പക്ഷെ സ്നേഹിക്കാനും പിന്നെ താലോലിക്കാനും മാത്രമേ ഉള്ളൂ. വേറെ വഴക്ക് പറയാനും വേറെ ഒന്നിനുള്ള അവകാശം ഇല്ല. അൻസാരി സാറല്ലേ സംസാരിക്കുന്നേ? അതെ. സാർ, ഞാൻ എത്തിക്സും വാല്യൂസും പ്രിൻസിപ്പിൾസും തമ്മിലുള്ള വ്യത്യാസത്തില് അൻസാരി സാറിനെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തത്. പക്ഷെ ഒരു കാര്യമുണ്ട് അൻസാരി സാർ, നിങ്ങളിപ്പം ലോകത്തിൽ എത്രമാത്രം നേട്ടം നേടിക്കഴിഞ്ഞാലും, ലോകത്തിൽ എന്തുമാത്രം സൗഭാഗ്യങ്ങൾ നേടിക്കഴിഞ്ഞാലും, നിങ്ങൾ ഒരു സ്ഥലത്ത് സറണ്ടർ ആവും. ആരെ? പേരക്കുട്ടിയുടെ മുമ്പിൽ ഇല്ലേ? അച്ഛ. ഓക്കെ, എങ്ങനെ വിളിക്കുന്ന അറിയില്ല. അവിടെ പോയിരിക്കുന്ന പറയുമ്പോഴത്തേക്കും മകന്റെ അല്ലെങ്കിൽ മകളുടെ ഒരു ആജ്ഞ നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ? ഉറപ്പാ. യെസ്. മുട്ടുകുത്താ പറഞ്ഞ മുട്ടുകുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആനയായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ആനയായിട്ട് കയറാൻ വരും, ഓക്കെ എന്ന് പറഞ്ഞ് കയറി കൊടുത്തിട്ടുണ്ട്. കയറിക്കൊട്ടും. കാരണം എന്താ? അതില് ഒരു തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ, സാറ് എത്രമാത്രം വിജയങ്ങൾ നേടിക്കഴിഞ്ഞാലും, ലോകത്തിൽ എന്തുമാത്രം നേടിക്കഴിഞ്ഞാലും മക്കൾക്ക് വേണ്ടിയാണ് നേടിയത്. പേരക്കുട്ടികൾക്ക് വേണ്ടി നേടുന്ന സമയത്ത് മക്കള് എസ്റ്റാബ്ലിഷ് ചെയ്തു വരുന്നു. പേരക്കുട്ടി, നമ്മൾ പേരക്കുട്ടിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് 3 തവണ വിചാരണ നടത്തില്ലേ? ഓക്കെ, അല്ല, മകൻ അവനെ അടിക്കുന്ന സമയത്ത് അവകാശമില്ല. അവകാശമില്ല. പക്ഷെ നമ്മുടെ ലെഗസി, ഹൗ ടു ബിൽഡ് എ ലെജൻഡ് ലൈഫ് സ്റ്റൈൽ. സാറിന്റെ ലെജൻഡ് അല്ലേ ആ കുട്ടി? അല്ലേ? അൻസാർ സാറിന്റെ മകൻ. പലയിടത്തും എടുക്കാൻ പോലുള്ള അവകാശമില്ല. അവർക്ക് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടത്തില്ല എടുക്കുന്നവർക്ക്.
ഹലോ. ഇല്ലെങ്കിൽ എടുക്കാൻ പോകുന്നത് എന്തിനാ? എത്രയോ പിള്ളേരെ എടുക്കാൻ വേണ്ടി കൊതിച്ച് നടക്കുന്നു. അവരെ പോയി എടുക്കണം. നിന്റെ ഇഷ്ടം ഇല്ലാത്തത് പോകണ്ട സാറേ. ഇഷ്ടം ഇല്ലാത്തടത്ത് പോയി വാങ്ങിക്കണ്ട. അത്രേ ഉള്ളൂ. ഇതില് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഓക്കെ. യെസ്. ഇതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനിച്ചതും വളർന്നതും ഒരു വ്യത്യസ്തമായ സാഹചര്യത്തിലും ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ വ്യത്യസ്തമായ സാഹചര്യത്തിലാണ്. കാരണം ഇവിടെ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്, പോളറൈസേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല. ഓക്കെ. ഇതില് നമ്മുടെ കുട്ടികൾ, പേരക്കുട്ടികൾ, അവരെ നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യാം? ഞാൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാക്കിംഗ് കേട്ടിട്ടുണ്ടോ? ട്രാക്കിംഗ്. ഇന്നേ ദിവസം വാർത്താ മാധ്യമങ്ങളിൽ ട്രാക്കിംഗ് എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? ആനയെ ട്രാക്ക് ചെയ്യാൻ നടക്കുന്നു. ആനയെ ട്രാക്ക്. ആന എങ്ങോട്ട് പോകും നമുക്ക് അറിയില്ലല്ലോ, നമ്മളെ ട്രാക്ക് ചെയ്യുക മാത്രമാണ് ട്രാക്കിംഗ്. അതേപോലെ തന്നെ നമ്മളുടെ കുട്ടികളെ ട്രാക്ക് ചെയ്യാനുള്ള അവകാശം മാത്രമേ നമുക്കുള്ളൂ. ആന എങ്ങോട്ട് പോകുന്ന നമുക്ക് അറിയോ? ഇല്ലല്ലോ. അതേപോലെ നമ്മുടെ കുട്ടികളുടെ ചിന്താരീതിയെ, ചിന്താസരണിയെ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ നമുക്കുള്ളൂ. അതിന് ഇൻപുട്ട് ചെയ്യാനുള്ള അവകാശം ChatGPTക്കും ഗൂഗിളിനൊക്കെ ഉള്ള. ChatGPT ഇപ്പം ഭയങ്കര പവറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് നമ്മളിപ്പോ പറയുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ ChatGPTയിൽ പോയിട്ട് അതിന്റെ ഔട്ട് എടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹൈ ലെവലില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ ഉള്ളത്? ഡാർട്ടിങ് ആൻഡ് ട്രാക്കിംഗ്. ഡാർട്ടിങ്, ട്രാക്കിംഗ്. വയനാട്, ഞാൻ കണ്ണൂരിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കുട്ടികളെ, പേരക്കുട്ടികളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡാർട്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും മാത്രമേ പറ്റുള്ളൂ. ഡാർട്ട് ചെയ്യുക, ട്രാക്ക് ചെയ്യുക. ആ ഒരു സംഭവം ഇന്ന് നമ്മൾ ഏത് ചാനൽ തുറന്നു കഴിഞ്ഞാലും അതിൽ സംഭവിക്കുന്ന ഡാർട്ടിങ്, ടാർട്ടിങ്, ട്രാക്ക്. ഓക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് വായിക്കാറുണ്ട്. ഇതിൽ ഓൾറെഡി ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം 40 വയസ്സാണ്, 50 വയസ്സിന് മേലെയുള്ള ആളുകളെ ഞാൻ കണക്കാക്കുന്നത്. 50 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ഉണ്ടോ? 50 വയസ്സിൽ താഴെയുള്ള ആളുകൾ. ഞാൻ സംസാരിക്കുന്ന 50 വയസ്സിൽ താഴെ, 50 വയസ്സിന് മേലെയുള്ള ആളുകളില്ല എല്ലാവരും? സാർ, ഞാൻ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് സാറിനെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. സാറുണ്ട്. 50 വയസ്സിന് മേലെയുള്ള ആളോട് ഞാൻ സംസാരിക്കുന്നു. കാരണം ഞാനിവിടെ കുട്ടികൾക്ക് വേണ്ടി സംസാരിച്ചൊരു കാര്യമില്ല. കാരണം കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 50 വയസ്സിന് മുകളിലുള്ള ആളുകളോട് ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ജനിച്ചതും വളർന്നതും ഇൻഡസ്ട്രിയൽ ഏജിലും ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ ഏജിലും അറിയാതെ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് കോഗ്നിറ്റീവ് ഏജിലുമാണ്. നമ്പർ 1, നമ്മൾ ജനിച്ചതും വളർന്നതും ഇൻഫർമേഷൻ ഏജ് അല്ല, ഇൻഡസ്ട്രിയൽ ഏജ്. പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ആ ഒരു കൺസെപ്റ്റിൽ നിന്നും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ചട്ടം പിടിച്ച് ചെവിക്ക് തിരിച്ച് പിടിച്ച് നിന്നും നമ്മൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷനിലേക്ക് വന്നത്. ഓക്കെ. ഇത് മാതാപിതാക്കൾ ചെവിക്ക് പിടിക്കാനുള്ള അവസരം എത്ര കുട്ടികൾ തന്നിട്ടുണ്ട്? വളരെ കുറവാണ്. കാരണം കുട്ടികൾ ചെവിക്ക് പിടിക്കാൻ പോകുന്ന സമയത്ത് അവരിങ്ങോട്ട് പമ്പ് ചെയ്യുക പണം, മണി. ഈ മാതാപിതാക്കളുടെ ബഡ്ജറ്റിംഗ് എന്ന എക്സ്പെൻഡിച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ 10 മടങ്ങാണ് ഈ കുട്ടികൾ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ഈ മാതാപിതാക്കൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായൊരു കാലഘട്ടത്തിലാണ് ഈ മക്കൾ ജീവിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയില്ലെങ്കിലും
മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, സത്യമല്ലേ? പേരക്കുട്ടികളുടെ സ്റ്റേജിലേക്ക് പോകുമ്പോഴോ നമ്മൾ ഇത്രയും കാലം പഠിച്ചതും ഇതെല്ലാം കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ കുട്ടികൾ നമ്മളെ അത്ഭുതപ്പെടുത്തില്ലേ? ഇല്ലേ? പേരക്കുട്ടികളെക്കാൾ കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ട്, അതിനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള ഒരാളൊരു ഹായ് തരാൻ പറ്റുമോ? ഒരു ഹായ്. എന്റെ പേരക്കുട്ടിയേക്കാൾ കൂടുതൽ ലോകപരിചയം ഇപ്പം വരുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുണ്ട്. ആരെങ്കിലും ഹായ് തരാൻ പറ്റുമോ? പേരക്കുട്ടിയുടെ കോമ്പറ്റീറ്റർ കേട്ടോ. ഞാനും പേരക്കുട്ടിയായിട്ട് എന്റെ 7ാം ക്ലാസ്സുകാരനാണ്, എന്നാലും കുഴപ്പമില്ല. സാറേ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. നിങ്ങളുടെ പേരക്കുട്ടിയോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന, കോമ്പറ്റീറ്റ് മത്സരാധിഷ്ഠിതമായി ചെയ്യാൻ പറ്റുന്ന ബ്രെയിൻ നമുക്കുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാൾ. ഒരുപക്ഷെ സ്ഥാപസാറൊക്കെ ഹായ് പറയുന്നു വിചാരിക്കുന്നു. ഒരു ഹായ് എടുക്കും. ഒരു സത്യം ഞാൻ പറയുകയാണ്, ഞാനും പറയും അതിനേക്കാൾ പവറാണ്. പക്ഷെ എന്റെ മകന്റെ അടുത്ത് വരുമ്പോ, മകൻ എന്ന് പറയുന്നത് ചെറിയ ഏജ് ഡിഫറൻസേ ഉള്ളൂ, അവനിപ്പോ 7ാം ക്ലാസ്സിൽ പഠിക്കുക. ഞാൻ ChatGPT വലിയ സംഭവമാണെന്ന് വെച്ചാൽ അവന്റെ അവതരിപ്പിക്കുന്ന സമയത്ത് അവൻ ChatGPT ജനറേഷൻ ആണെന്നൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ അവന്റെ അടുത്ത് സറണ്ടർ ആവേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ നിങ്ങളിൽ മക്കളെ ഒരു പക്ഷേ അവർ വ്യത്യസ്ത മേഖലകളിൽ സക്സസ് ആയ ആളുകളാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം രമാവതി മാമിന്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സക്സസും അടുത്ത ജനറേഷൻ അതിനേക്കാൾ സക്സസ് ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ഇതില് ഇന്നേ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 15 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടിയുടെ കഥയാണ്. എവരിവൺ. ഓക്കെ, അമർജ്യോതി മാം പറഞ്ഞു എവരിവൺ, എല്ലാവർക്കും. അതുകൊണ്ടാണ് യാഥാർത്ഥ്യമായി കണക്ട് ചെയ്തു പോകുന്നത്. അത് ജർമ്മനിയില് ജീവിച്ച ഒരു പെൺകുട്ടി, ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്കിന്റെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് വീഡിയോസുകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നു. പക്ഷെ ഞാൻ കുക്കു FM-ലാണ് അത് കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ ബ്രീഫ് തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻ ഫ്രാങ്ക് എന്ന് പറയുന്ന പെൺകുട്ടി കേവലം ഒരു ഡയറി എഴുത്തിലൂടെ ലോകത്തിൽ വലിയൊരു റെവല്യൂഷണറിയാൻ മാറ്റും. കാരണം ആ ഒരു കാലഘട്ടത്തിന്റെ ചിത്രം ആ കുട്ടിയുടെ ചിന്തകളിലൂടെ രചിച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും പലപ്പോഴും പറയുന്നുണ്ട് ഡയറി എഴുത്ത് എന്ന് പറയുന്നില്ലേ. അനിയന്റെ ഡയറികളൊക്കെ ഞാനിപ്പോ ഇവിടെ വീട്ടിൽ വന്ന സമയത്താണ് കണ്ടത്. ഞാനും ഡയറി എഴുതാറുണ്ടായിരുന്നു. എപ്പോഴോ എവിടെയോ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത ഡയറി എഴുത്ത് എന്ന് പറയുന്നത് ആൻ ഫ്രാങ്ക് സ്വന്തം ഡയറിയിലൂടെ ഒരു ലോകത്തിന് മുഴുവൻ, അതില് ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളില് ആൻ ഫ്രാങ്കിന്റെ അമ്മയുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ചുറ്റും ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യത്യസ്തമായിട്ട് ആ കുട്ടി എഴുതിയ ഡയറി കുറിപ്പുകളിലൂടെ 13 വയസ്സുകാരിയായ ആൻ ഫ്രാങ്ക് എഴുതിയ ഡയറി കുറിപ്പ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു. കാരണം ഒരു കാലഘട്ടത്തിന്റെ രേഖാചിത്രമാണ് ആ കുട്ടി സ്വന്തം രചനയിലൂടെ വെളിവാക്കിയത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആൻ ഫ്രാങ്ക് ജനിച്ചത്, വളർന്നത് എനിക്ക് അവൾക്ക് 13ാമത്തെ വയസ്സിൽ കിട്ടിയ ഡയറിയാണ് ലോകത്താകമാനം ഹിറ്റ്ലറുടെ ക്രൂരമായ ചെയ്തികളെ കുറിച്ച്
വാഗ്മയ ചിത്രം വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാഗ്മയ ചിത്രം എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകളുടെ മനസ്സിലേക്ക്, മറ്റുള്ള ആളുകളുടെ തലച്ചോറിലേക്ക് ഒരു ചിത്ര സമാനമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് വാഗ്മയ ചിത്രമാണ്. സിംബോളിസിസം എന്നൊക്കെ പറയും. അത്തരത്തിലുള്ള വാഗ്മയ ചിത്രമായിട്ട് ആ കുട്ടി വരച്ചു വെച്ച കാര്യം എനിക്ക് എൻ്റെ മകന് 14 വയസ്സാണ്. 14 വയസ്സ്. ഞാൻ അവിടെ ഒന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് പറയുന്നു. ഈ 13-14 വയസ്സുള്ള ഏതെങ്കിലും പേരക്കുട്ടികളോ മക്കളോ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി എക്സൈറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സിമ്പിളാണ്. ഇന്നത്തെ ലോക കാലഘട്ടത്തിൽ ആ ജിയോ ഫേസ് എന്ന് പറയും. ജിയോ ഫേസില് നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങളുടെ പേരക്കുട്ടികളെ സഹായിക്കാൻ പറ്റുമോ, മക്കളെ സഹായിക്കാൻ പറ്റുമോ ചോദിക്കാൻ ഏജ് കാറ്റഗറി വെച്ചിട്ട് ഞാൻ തൽക്കാലം വരുന്നത്. പേരക്കുട്ടികളെ സഹായിക്കാൻ പറ്റുമോ? മുത്തച്ഛനും മുത്തശ്ശിയായി നിന്നുകൊണ്ട് ആ കുട്ടി ചെയ്യുന്ന സർഗാത്മകതയെ, സർഗചേതനയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്ന് ഒന്ന് കൈയടിക്കാൻ വേണ്ടി ഇതിൽ എത്ര മുത്തശ്ശനും തയ്യാറാവും? ജസ്റ്റ് ഒരു കോൾ. എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക? വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ഷാബു സാറിനെ വിളിച്ചാൽ മതി. ഷാബു സാർ എല്ലാം പറഞ്ഞു തരും. സിമ്പിൾ. നിങ്ങളുടെ കുട്ടികളുടെ സർഗചേതനയെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ജിയോ ഫേസിന് ശേഷം, ജിയോ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജിയോ വന്നതിന് ശേഷം റെവല്യൂഷൻ ആയിട്ട് ഇന്ത്യയിൽ വലിയ റെവല്യൂഷൻ സംഭവിച്ചു. മുകേഷ് അംബാനിയും അനിൽ അംബാനിയും തമ്മിലുള്ള യുദ്ധം നമ്മൾ കണ്ടു. അതിൽ മുകേഷ് അംബാനി കുറെ കാലം പെട്രോൾ തിരിച്ചു വന്നു. ജിയോയ്ക്ക് വേണ്ടിയിട്ട് കുറെ കാലം ഫ്രീ ആയിട്ട് കൊടുത്തു. അതിനുശേഷം പിന്നെ ന്യൂ ഇയർ എന്ന് പറഞ്ഞു കൊടുത്തു. രാഷ്ട്രീയ സ്വാധീനത്തിനെ പോലും സ്വാധീനിച്ചുകൊണ്ട് അദ്ദേഹം കൊടുത്ത റെവല്യൂഷനാണ് ജിയോ ഫേസ്. ഈ ജിയോ ഫേസിൽ യൂട്യൂബേഴ്സ് വന്നു. മുമ്പ് 239 രൂപയായിരുന്നു 1 GB വേണ്ടി ഒരു മാസം കൊടുക്കാൻ. ഇന്ന് 3 GB ഓട്ടോമാറ്റിക്കലി വരുന്നു. അതൊക്കെ ആ ഒരു കാലഘട്ടത്തിലേക്ക് മാറിയത് റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. കഴിഞ്ഞ ദിവസം സാബു സാർ സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? ചാറ്റ് GPT. എന്താണ് ചാറ്റ് GPT? മനസ്സിലായില്ലേ? യൂട്യൂബിലൂടെ, അതായത് നമുക്ക് എന്ത് വേണം എന്ന് വിചാരിച്ചാലും അത് നേടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് 40 വയസ്സിന് മുകളിലുള്ള എല്ലാ മാതാപിതാക്കളോടും ഞാൻ പറയുന്നു, if you want to achieve incredible degree of success in your life, you want to change your attitude. If you want to change your attitude and ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ആറ്റിറ്റ്യൂഡോ ആരാ പറഞ്ഞ? ഗ്രാറ്റിറ്റ്യൂഡ് ജനറൽ. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ടോ? ഇതിലെ പിതാമഹന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റാൻ തയ്യാറാണോ എന്ന്. നിങ്ങൾ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ടുണ്ടോ? പിതാമഹന്മാരോടാണ്, മഹനീയരായ വ്യക്തികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. സർ, ആറ്റിറ്റ്യൂഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് എ സ്ട്രെച്ചില് ആറ്റിറ്റ്യൂഡ് മാറ്റാൻ കഴിയില്ല. പക്ഷെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വി ആർ ട്രൈങ് ടു അച്ചീവ് ദാറ്റ്. ഒരു സെക്കൻഡ് സാറിന്റെ പേരക്കുട്ടി മുമ്പിൽ വന്ന് മുട്ടുകുത്താൻ പറഞ്ഞ സാറ് മുട്ടുകുത്താൻ തയ്യാറാണോ? തീർച്ചയായിട്ടും ചേഞ്ച് ആയില്ലേ? ശരിയാണ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ റെവല്യൂഷണറി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഏജ്. അതായത് കൊച്ചു കുട്ടികളാണെങ്കിൽ നമ്മൾ മുട്ടുകുത്താൻ പറഞ്ഞാൽ മുട്ടുകുത്തും. വലിയവൻ വന്നിട്ട് മുട്ടുകുത്ത് ഇളവാന്ന് പറഞ്ഞാൽ മുട്ടുകുത്തത്തില്ല. ഓക്കെ, ഇതിലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്റെ വീട്ടിൽ എപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്, ഫൈറ്റിംഗ് ആണ്. അച്ഛനമ്മ നമ്മൾ ഫൈറ്റിങ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വളർന്നു വന്നത്. പക്ഷെ എന്റെ മകൻ ഇപ്പൊ അച്ഛൻ മിണ്ടാതിരി എന്ന് പറഞ്ഞാൽ അച്ഛനിങ്ങനെ സറണ്ടർ ആയിട്ട് നിൽക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്താണ്,
അച്ഛൻ മിണ്ടാതിരിക്കുന്ന പറയുമ്പോ അച്ഛൻ മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? എങ്ങനെങ്കിലും അത് നിർത്തണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുമ്പോഴ് ഒരാൾ ഇങ്ങനെ പറയുമ്പോ തീർച്ചയായിട്ടും സാറേ, ചെയ്യും. ഈ സാറിപ്പോ പറഞ്ഞത് ചില കേസില് മക്കള് അച്ഛനോട് പറയുന്നത് കേട്ടിട്ടും പറയും. നിങ്ങളുടെ മക്കളെ ശിക്ഷിക്കുന്ന അതേ പവറില് ഞാൻ അവരുടെ ഒന്നുമില്ല, അതിനപ്പുറത്തേക്ക് ഒരു ഇത് പാരാമീറ്റേഴ്സ് ഒന്നുമില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ അടിക്കുന്ന സമയത്ത് അടിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നിട്ട് പേരക്കുട്ടിയും മക്കളും 2 ഡൈവേഷൻ വരുവാണേ. മക്കളെ അടിക്കുന്ന പവറിൽ പേരക്കുട്ടി അടിക്കാൻ പറ്റുന്ന എത്ര മാതാപിതാക്കളുണ്ട് ഇവിടെ? മക്കൾ അടിക്കുന്ന പവറില് പേരക്കുട്ടിയിൽ അടിക്കുന്ന സമയത്ത് ഒരു സമയത്ത് സ്റ്റക്ക് വരുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടാവും? മക്കളെ അടിക്കുന്ന പോലെ പേരക്കുട്ടീനെ അടിക്കുന്നില്ല. നമ്മള് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പറയുന്നത് അത് നമ്മുടെ അല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ പേരക്കുട്ടി ഇപ്പം നമ്മുടെ മക്കളെക്കാൾ ചെറുതാണല്ലോ, ഇത് വലുതാവുമല്ലോ, മുത്തശ്ശിയാവുമല്ലോ. അത് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിന്റെ ഇതിൽ വെച്ചിട്ട് നമ്മളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് മുത്തശ്ശിയുടെ ഒരു പിക്ചർ ഉണ്ട് നമുക്ക്. ഈ പേരക്കുട്ടി അടിക്കുന്നത് നമ്മൾ മുത്തശ്ശിയായിട്ടല്ല അടിക്കുന്നത്, അല്ലേ? ഈ പേരക്കുട്ടി അടിക്കുന്ന സമയത്ത് ഞാൻ മുത്തശ്ശിയാണെന്നുള്ള ബോധം എനിക്കുണ്ടോ? അത് പേരക്കുട്ടിയാണെന്ന് ബോധമുണ്ടോ? പേരക്കുട്ടീനെ ശിക്ഷിക്കും ചെറിയ രീതിയിൽ. സാറ് പറഞ്ഞ പോലെ ചെറിയ മകളെ എത്രമാത്രം പവർഫുൾ ആയിട്ട് ശിക്ഷിക്കും? അല്ല, അതും മാത്രല്ല സാറേ, പേരക്കുട്ടീനെ മക്കളടിക്കുമ്പോ അവരെ വിലക്കും നമ്മള്. നമ്മൾ ആ സമയത്ത് ഇതേ മകളെ തന്നെ ഇതേ കാര്യത്തിന് കഠിനമായി ശിക്ഷിച്ച് നമ്മള് ഒരു ഇതുമില്ലാതെ അവരോട് വിലക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. യെസ്, ശരിക്കും പറഞ്ഞാൽ നമ്മളെ തിരിച്ചറിയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വാനപ്രസ്ഥത്തിലാണ്. അതിനുശേഷമാണ് സന്യാസത്തിലേക്ക് പോവുക. റൈറ്റ്. അപ്പം നമ്മുടെ കോർ ആയിട്ടുള്ള പ്രോബ്ലം എന്താന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് നമ്മുടെ മക്കളിൽ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാം. പഴയ മുത്തശ്ശിമാരൊക്കെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമ്മൾ സറണ്ടറിങ്, ഫസ്റ്റ് പോയിന്റ് സറണ്ടറിങ് യുവർ സെൽഫ്. നിങ്ങളുടെ പേരക്കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്തതിനു ശേഷം അവർക്ക് എന്തു മനസ്സിലാക്കി എന്നുള്ള ഇത്, അതായത് നമ്മൾ ടീച്ചറായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രൊഫഷനിലൊക്കെ വർക്ക് ചെയ്ത ആളുകളായിരിക്കാം. പക്ഷെ ആ ഉപ്പായം അഴിച്ചു വെച്ച് നിങ്ങളുടെ പേരക്കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഏത് കുപ്പായം അണിയണമെന്ന് വെച്ചാൽ ലേണേഴ്സിന്റെ കുപ്പായം അണിക്കുക. ലേണർ. അവർക്ക് ഞാൻ പഴയ കഥകളോ പഴയ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്ന കാര്യങ്ങളോ ഒന്നും കുട്ടികൾക്ക് അറിയണ്ട. മറിച്ച് ആ കുട്ടികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കോൺസെൻട്രേറ്റ് ലിസണിങ്. അവരെ അനുതാപപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോ എക്സ്പ്രഷൻസ് പോലും മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മാറാതെ ലോകത്തിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ ലോകം ഒരിക്കലും മാറില്ല, നമ്മളും മാറില്ല. നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് റവല്യൂഷണറി ആയിട്ടുള്ള മാറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു പേരക്കുട്ടിയെ കയ്യിലേക്ക് ഏറ്റുവാങ്ങുന്ന ഓരോ മാതാപിതാക്കളെയും ഞാനിവിടെ സ്മരിക്കുകയാണ്. എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. സാവു സാറൊന്നും അതിലേക്ക് സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. രോഹിത് സാറേ, നിങ്ങളുടെ വൈഫോ നിങ്ങളോ ഒരു പേരക്കുട്ടിയെ കയ്യിലേക്ക് ഏറ്റുവാങ്ങിയിട്ടുണ്ടോ? യെസ്. രമാവതി മാം, നിങ്ങളൊരു പേരക്കുട്ടി കയ്യിലേക്ക് ഏറ്റുവാങ്ങിയിട്ടുണ്ടോ?
കയ്യിലേറ്റ് വാങ്ങിയിട്ടുണ്ടോന്ന് വെച്ചാല് എങ്ങനെ സാറേ? അതായത് നേഴ്സിന്റെ കയ്യിലാണ് ആദ്യം കിട്ടുക. ഡോക്ടർ അല്ല, നേഴ്സാണ്. അതിന് തിരിച്ചു വരുമ്പം ഇതിന് മകനോ മകളോ ആരെങ്കിലും ആയിട്ടൊരു അവിടെ ഞാൻ പറയട്ടെ, ഭർത്താവായിട്ട് ഞാൻ നിന്ന് എനിക്ക് തരാണ്ട് എന്റെ അമ്മ ഏറ്റുവാങ്ങിയത്. അല്ല സാറേ, സോറി, കാരണം മോള് UK-ലായിരുന്നു. അപ്പം ഡെലിവറി ഇപ്പൊ ഞങ്ങൾ എത്തുമ്പോ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിരുന്നു. ഒരാഴ്ചയായിരുന്നു. പക്ഷെ ഒരുപക്ഷെ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളായിരിക്കും ഏറ്റുവാങ്ങുന്നുണ്ടാവുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലെ സാറേ, അധികാരം പോലെയാണ്. അധികാരം പോലെ. കാരണം നമ്മൾ ഈ കാലഘട്ടവും കടന്നിട്ടാണ് ഇവിടെ എത്തി എന്നുള്ള മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലേ? അതെ അതെ. ഇതൊരു മകളെയും മകനെയൊക്കെ അതിനപ്പുറത്തേക്ക്. അപ്പം ആ ഒരു മെസ്സേജ് ആൻഡ് മെസ്സഞ്ചർ ആയിട്ട് നമ്മൾ വർത്തിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇന്നേ ദിവസം ഞാൻ സംസാരിക്കുന്നത് ഗ്രാൻഡ് പാരന്റ്സിനോടാണ്. 7:19 8:10 വരെ ഞാൻ സംസാരിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, അതായത് ഞാനിപ്പം പാരന്റ് ആണ്, ഗ്രാൻഡ് പാരന്റിനോട് സംസാരിക്കുന്നു. നിങ്ങൾക്കാണ് ലോകത്തിൽ റവല്യൂഷണറി ആയിട്ടുള്ള മാറ്റം സംഭവിക്കാനുള്ള പവർ നിങ്ങൾക്കുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഐ ഗോട്ട് ടു ചാൻസ്. ഓക്കെ, അതായത് നിങ്ങളുടെ കയ്യിലാണ് ലോകത്തിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആ ഒരു സംഭവം ഇല്ലേ? അതായത് ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ അസറ്റ് ആണ്. കാരണം അത്രയും പവർഫുൾ അസറ്റ് നമ്മുടെ കയ്യിലേക്ക് വരുമ്പം അത് രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ വേണ്ടി നമ്മുടെ മക്കളെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ചെയ്യുന്ന സമയത്ത് UK-യിലേക്കും UAE-യിലേക്കൊക്കെ വന്നിട്ട് ഒന്ന് അമ്മയെന്ന് വരുമെന്ന് ചോദിക്കുന്ന സമയത്ത് എന്തിനാണെന്ന് നമുക്ക് അറിയാം. കാരണം എന്താ, അമ്മ ഒന്ന് വരുമെന്ന് ചോദിച്ചാൽ എന്തിനാണ് അതിന്റെ അർത്ഥം? രമാവതി മാമിനോട് മകള് പറയാണ് UK-യിലേക്ക് ഒന്ന് വരണം, അമ്മ വരണം, അമ്മ വന്നൊരു കാര്യമുള്ളൂ. എന്തിനു വേണ്ടിയാ? കുട്ടികളെ ശ്രദ്ധിക്കണം സാറേ ആ സമയത്ത്. പേരക്കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി. അതെ, അവര് ഇരട്ടയും കൂടിയായിരുന്നു ബോയ്സ്. യെസ്, അതിനുവേണ്ടി രമാവതി മാം ചെയ്യുമ്പം ഈ രമാവതി മാമിന്റെ മക്കള് വരുന്നതിനേക്കാൾ പവറിലെ ഗ്രാൻഡ് ചിൽഡ്രൻസ് മക്കളെക്കാൾ പവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യെസ്. ഓക്കെ, മക്കള് സാധാരണ രീതിയിൽ നമ്മുടെ ഇതല്ല, ഗ്രാൻഡ് ചിൽഡ്രൻസിന്റെ മുമ്പിൽ അവരുടെ ചോദ്യത്തിന് മുമ്പിൽ എപ്പോഴെങ്കിലും പതറി നിന്നിട്ടുണ്ടോ? ഗ്രാൻഡ് ചിൽഡ്രന്റെ ചോദ്യത്തിന് പതറി നിന്നിട്ടുണ്ടോ? ചോദ്യത്തിന് മുമ്പിലല്ല. ഇന്നലെ ഞാൻ എന്തോ കാര്യം പറഞ്ഞിട്ടാകുമ്പോ ഞാൻ പതറി. എന്താ പറഞ്ഞാല്, മോള് പറഞ്ഞു ഇനിയാന്ന് കഴിഞ്ഞ ആഴ്ച കന്യാകുമാരി പോയപ്പോ പറഞ്ഞു, നിങ്ങളിപ്പോ കന്യാകുമാരിയിൽ ഇന്ന സ്ഥലത്തല്ല. ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങളിങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു? അപ്പൊ പറഞ്ഞു, അപ്പൊ പേരക്കുട്ടികള് 7ാം ക്ലാസ്സിലാകുമ്പോ പറഞ്ഞു ആദിദേവ എനിക്കിത് ഉണ്ടാക്കി തന്നതെന്ന് ഫോണിലൂടെ. നിങ്ങൾ എപ്പോഴെങ്കിലും പേരക്കുട്ടിയുടെ മുമ്പിൽ പതറിയിട്ടുണ്ടോ? ഉണ്ട്. വളരെ അത്ഭുതം തോന്നിയ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാ എന്ന് ധരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുമ്പോ അതിലപ്പുറമായ വിവരങ്ങൾ ഇങ്ങോട്ട് തരുന്നുണ്ട്. നമുക്ക് വലിയ അത്ഭുതം തോന്നാറുണ്ട്. നിശബ്ദാവുന്നില്ലേ? യെസ് യെസ്. പക്ഷെ നമ്മൾ ആത്മാഭിമാനത്തിലല്ലേ ഉള്ളത്? അല്ല, അത് അവരുടെ വളരുന്ന കാലഘട്ടം നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നല്ലോ. കാരണം നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുന്നതിൽ 10 മടങ്ങ് പവറിലാണ് കുട്ടികൾ ബ്രെയിൻ ഉപയോഗിക്കുന്നത്. അത് യാഥാർത്ഥ്യത്തിൽ നമ്മൾ നിലനിൽക്കുവാണ്. ChatGPT-യും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ സാർ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അമ്പരന്നു. നമ്മുടെ പേരക്കുട്ടികൾ അമ്പരക്കുന്നുണ്ടോ? ഉണ്ടോ? കമ്മ്യൂണിക്കേറ്റ് നമ്മൾ എപ്പോഴേ കേട്ടിരിക്കുന്നു സാർ. നമ്മൾ വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്ന സംഭവങ്ങളിലും അവർക്ക് നിസ്സാരമാണ്. നമ്മൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പേരക്കുട്ടിയുടെ മുമ്പില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ ChatGPT പഠിപ്പിക്കാൻ വേണ്ടി ഒന്ന് പോയിരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ പോലും ഞെട്ടിക്കൊണ്ട് അവര് നിങ്ങളെ പഠിപ്പിക്കും. യെസ്. ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഞാൻ ഇന്നത്തെ ഒരു പവർ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി 13 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ
ഡയറി കുറിപ്പുകളിലൂടെ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ചെയ്യുന്നില്ല. കുക്കു എഫ്എമ്മിലും ഞാൻ ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ചിന്തകൾ അവൾക്ക് ആദ്യമായിട്ട് 13ാമത്തെ വയസ്സിൽ കിട്ടിയ ആ ഒരു ഡയറിയിലൂടെ, ചിറ്റി എന്നാണ് ആ ഡയറിക്ക് അവൾ പേര് കൊടുത്തത്. ആ പേരിലൂടെ അവൾ എഴുതിയ ഡയറി കുറിപ്പുകളാണ് ഇന്ന് ലോകത്താകമാനം ആളുകൾ വായിച്ച 60-ലധികം ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ആശയം. നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ വയനാട്ടിൽ നിന്നും ഒരുപാട് ചാനലുകൾ ഇന്ന് രമേശ് ചെന്നിത്തല ഇളയ മകനെ എടുത്ത് കൈപിടിച്ചിരിക്കുന്നു. മൂത്ത മകൾ അവിടെ നിന്നും മനുഷ്യത്വത്തെക്കുറിച്ചും മനുഷ്യന്റെ അടുത്തേക്ക് മൃഗങ്ങൾ കടന്നു വരുന്നതിനെ കുറിച്ചും തനതായ ഭാഷയിൽ ആ കുട്ടി വിശദീകരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം സ്തബ്ധരായിട്ട്, ആ കുട്ടി പറയുന്ന സമയത്ത് എന്റെ കണ്ണുകളിൽ ഈറനണിയിച്ചിട്ടുണ്ടെങ്കിൽ കേരളം മുഴുവൻ ഈറനണിയിക്കുന്ന രീതിയിൽ ആ കുട്ടി അതിനെ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചു. നമ്മൾ നാളെ മറക്കും. പക്ഷേ ചേച്ചിയെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ ചേച്ചിയും കൂട്ടി നേരത്തെ തന്നെ ഈ അപകടം മനസ്സിലാക്കിയ അച്ഛൻ ആൻ ഫ്രാങ്കിനെ മുത്തശ്ശിയുടെ അടുത്ത് ഏൽപ്പിച്ച്, മൂത്ത പെൺകുട്ടി ആൻ ഫ്രാങ്കിന് 13 വയസ്സേ ഉള്ളൂ. 16 വയസ്സുകാരി പെൺകുട്ടി, കാരണം യുവനയുക്തയായ പെൺകുട്ടിയാണ്. ആൻ ഫ്രാങ്കിനേക്കാൾ കൂടുതൽ അപകടകരമാണ്. അതിനുശേഷം മറ്റൊരു രാജ്യത്തേക്ക് പോവുകയും ആ രാജ്യത്തിലേക്ക് ഹിറ്റ്ലറുടെ പടയോട്ടം ആരംഭിക്കുകയും തന്റെ സാമ്രാജ്യത്തിൽ, അതായത് താൻ എടുത്തിരിക്കുന്ന തന്റെ സ്വത്വം അല്ലെങ്കിൽ സ്വത്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് സാമ്രാജ്യം മറ്റൊരാൾക്ക്, ജൂതനല്ലാത്ത മറ്റൊരാൾക്ക് കൊടുത്ത് അതിന് മേലേക്ക് പോയി തന്റെ കുടുംബവും ഒരു ഡോക്ടർ കുടുംബവും വേറെ കുടുംബവുമായിട്ട് താമസിക്കുന്ന സമയത്ത് ആ 4 ചുമരുകൾക്കുള്ളിൽ നിന്നും ഒരു പെൺകുട്ടി എഴുതിയ, ലോകത്തിനെ പോസിറ്റീവായി കണ്ടുകൊണ്ട് എഴുതിയ, കാരണം അവർ ഒരുപാട് സ്വത്തുണ്ട ആളുകളാണ്, പക്ഷെ അവർ 4 ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. രാവിലെകളിലും വൈകുന്നേരം വരെയും അവർക്ക് മൂത്രമൊഴിക്കാൻ പോലും ബാത്റൂമിൽ പോകാൻ പറ്റാത്തത്ര രീതിയിൽ തളയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ തന്റെ ഡയറിയോട് എല്ലാം തുറന്നു പറയാം എന്ന് വിശ്വസിക്കുന്ന ആ ഡയറിയോട് എഴുതിയ ഡയറി കുറിപ്പുകളാണ് ഒരു കാലഘട്ടത്തിന് ശേഷം അതിൽ അവശേഷിച്ചത് ആ ഒരു ആൻ ഫ്രാങ്കിന്റെ പിതാവ് മാത്രമാണ്. അദ്ദേഹം തിരിച്ചെത്തി ആ ഡയറി കുറിപ്പുകൾ ലോകത്തിന് മുമ്പിൽ പ്രസരിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടി നമ്മളെ വിട്ടു പോയിരുന്നു. പക്ഷേ ചെറിയൊരു കാലഘട്ടം കൊണ്ട് ഹിറ്റ്ലറുടെ ജൂതവിരോധത്തിന് വംശവെറിക്കെതിരായ ഒരു കാലഘട്ടത്തിനെ വരച്ചു ചേർക്കാൻ വേണ്ടി തന്റെ സ്വന്തം സഹചാരിയായ ഡയറി കുറിപ്പുകളിലൂടെ ഒരു കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവൾ മൺമറഞ്ഞതിന് ശേഷവും ഞാനും നിങ്ങളുമടക്കം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന, ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുവെങ്കിൽ that's a legacy. If you want to achieve incredible degree of success in your life, you want to change your attitude. നമ്മളെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം ചേഞ്ച് ചെയ്താണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ കുറെ ചിന്തിക്കുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് എന്താ? മനോഭാവത്തിലുള്ള ചേഞ്ച്. ഞാൻ പറയാം, ഇന്ന് നമുക്ക് നമ്മുടെ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ 100 കണക്കിന് ക്ലാസ്സുകൾ നമ്മുടെ മുമ്പിലേക്ക് വരും. എന്താ വരുന്നത്? ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. എങ്ങനെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യേണ്ടത്? NLP
ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, ട്രാൻസാക്ഷൻ അനാലിസിസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് വരും. പക്ഷെ നമ്മളിലാണ് മാറ്റം വരുത്തേണ്ടത്. നമ്മളിൽ മാറ്റം വരുത്താൻ നാം തയ്യാറായാൽ റെവല്യൂഷണറി മാറ്റം അനുഭവേദ്യമാകും. ഞാൻ പറയുന്നു, കുക്കു എഫ്എമ്മിൽ 30 രൂപയാണ് ഒരു മാസത്തേക്ക്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, നിങ്ങളത് കേൾക്കുക. എന്നെ സംബന്ധിച്ച് എന്റെ ഡ്രീം എന്ന് പറയുന്നത് 9 രൂപ പ്രകാരത്തിൽ ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളെ സിഗരറ്റ് വലിച്ചിട്ടില്ലേ, 9 രൂപ സ്പോട്ടിൽ പോകുന്നുണ്ടാവും. അത്രയേ ഉള്ളൂ. ഇൻഫർമേഷൻ ലോകത്താകമാനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇതേ വിഷയത്തിൽ ഞാൻ സംസാരിക്കുകയാണ്. നമ്പർ 1, വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ മീൻസ് പിക്ചറൈസേഷൻ എന്നാണ്. അതായത് പിക്ചറുകൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങളുടെ ബ്രെയിൻ ഇത് കട്ടായി പോയി. ഓക്കെ, കട്ടായി പോയി. എന്ത് പറ്റി? കട്ടായി. സാർ ഇന്ന് കഥയുടെ രൂപത്തിലല്ലല്ലോ പോയത്. അതെ, എന്താണോ എനിക്ക് മനസ്സിലായില്ല. ആൻ ഫ്രാങ്കിന്റെ ഡയറക്റ്റ് കുറിപ്പുകൾ പറയാന്നാ പറഞ്ഞേ. എക്സാം ടിപ്പ് പോലെ ആയിപ്പോയി. ഉണ്ടെന്ന് പറയാനേ പറ്റുള്ളൂ. ഏ അങ്ങനെ ഒരു ഡയറി കുറിപ്പുണ്ട് എന്ന് പറയാനേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. 2 പ്രാവശ്യം മെൻഷൻ ചെയ്തു. വിധത്തില് അവിടെ ഇവിടെയും ടച്ച് ചെയ്യാണ്ട് ആകെ ഒരു എന്താ മനസ്സിലായില്ല. ഇടയ്ക്ക് റേഞ്ചും പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെ? സൗണ്ട് വലിഞ്ഞു. അങ്ങനെ തോന്നിയില്ല. കുറച്ച് ഇന്നലത്തെ കണ്ടിന്യൂഷൻ പോലെ കുറച്ച് ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയിട്ട് പറയാനായിരുന്നായിരിക്കും. ഇനിയിപ്പോ എന്തായാലും സമയമായല്ലോ, 8:10 നാളെ. ഓക്കെ, വിഷ്വൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൂടുതലായിട്ടുണ്ട്. അതാണ് വിഷ്വലൈസേഷനിൽ വരുന്നത് എന്നാണ് പറയാനാണ് സാർ ഉദ്ദേശിച്ചത്. അതെ. പക്ഷെ നമ്മളത് വിഷ്വലൈസേഷൻ എങ്ങനെയാണ് കഥയിലൂടെ നമുക്ക് ഉണ്ടാക്കേണ്ടതെന്നാണ് നമ്മൾ മനസ്സിൽ കണ്ടത്. എന്താണോ പെർസീവ് ചെയ്ത ഐഡിയ മാറിപ്പോയോ? എന്തായാലും നാളെ നമുക്ക് മൈൻഡ്ഫുൾ പാരന്റിങ് ആണ്. ആന്റണി സാറിന്റെ വിത്ത് മെഡിറ്റേഷൻ പാരന്റിങ്ങിന്റെ പാർട്ട് മൈൻഡ്ഫുള്ളോടുകൂടി എങ്ങനെ ചെയ്യണം. അതുപോലെ 3 സെഷൻസ് വരുന്നുണ്ട്. മൈൻഡ്ഫുൾ പാരന്റിങ്, മൈൻഡ്ഫുൾ ടീച്ചിങ് ആൻഡ് മൈൻഡ്ഫുൾ ലേണിംഗ്. അത് ഓരോ ആഴ്ചയും മാറി മാറി. ഓക്കെ, അപ്പം കേറുന്നില്ല അല്ലേ? കേറിയില്ല. ഓക്കെ, നമുക്ക് ഡിസ്കഷൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ജനറലായിട്ട് നമ്മളുടെയൊക്കെ ചെറുപ്പത്തില് ഈ ഗ്രാൻഡ് പേരൻസും മറ്റവരും ഒക്കെ പറയുന്ന കഥകളിലൂടെയാണ് നമ്മൾ കാര്യം മനസ്സിലാക്കിയത്. ഇന്ന് അങ്ങനല്ല. അവർക്ക് വിഷ്വൽ മീഡിയയിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. അത് നമുക്കത് അറിയാൻ മേലാത്തതുകൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇപ്പൊ എൻ്റെ തന്നെ ഒരു ഗ്രാൻഡ് ചൈൽഡ് ഒരു പ്രാവശ്യം എൻ്റെ മൊബൈൽ ലോക്കഡാണ്, കാരണം ഈ ഗെയിം കളിക്കുന്നു. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ എൻ്റെ പാസ്വേഡ് കൊണ്ട് തുറക്കാൻ പറ്റില്ല. അപ്പോ ഗ്രാൻഡ് ചൈൽഡ് ചിരിക്കുക. അത് ഞാൻ തുറന്നു തരാമെന്ന് പറഞ്ഞ് തുറന്നു. എന്ന് പറഞ്ഞാല് ആ പാസ്വേഡ് മാറ്റി തന്നെ ചെയ്തു. അപ്പൊ അത് എങ്ങനെ മനസ്സിലാക്കി എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോ ഞാന് പാസ്വേഡ് മാറ്റുന്നത് എൻ്റെ സ്പെക്സിന്റെ ഗ്ലാസ്സിലൂടെ വിഷ്വലൈസ് ചെയ്തതാന്നാ പറയുന്നത്. എങ്ങനെയായാലും അത് മനസ്സിലാക്കി തന്നെത്താൻ മാറ്റിയെന്ന് മാത്രമല്ല, മാറ്റിയിടാൻ എനിക്ക് അറിയാമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു എന്ന് പറയുന്ന ആ ഒരു ഇത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത്രയും ചെറിയ പ്രായമുള്ള ഒരു 7 വയസ്സുകാരി കുട്ടിയെ. അപ്പൊ അവിടെ തന്നെ നമ്മൾ അത്ഭുതമായി. ഇനി ആ ഒരു ഭാഗം വരുന്നു.
അതില് പ്രധാനമായ കാര്യം ഈ വിഷ്വൽ മീഡിയ തന്നെയാണ്. അല്ലാതെ എവിടുന്നാ കിട്ടുന്നത്? ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല. പേരൻസിന്, അവരുടെ പേരൻസിന് കുട്ടിയെ ശ്രദ്ധിക്കാൻ ഇതിനൊന്നും പറ്റുകയില്ല. അപ്പോ അവരതിലും വലിയ ഇതായി പോയി. പേരൻസ് ഇങ്ങനെ ബിസിനസ്സുമൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർ ഫ്ലാറ്റിൽ ഇരുന്ന് ഭക്ഷണം വരെയും ഇതിൽ വിളിച്ചു പറഞ്ഞ് കഴിക്കും. ആ ഒരു സ്റ്റേജിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതൊരു ഒരു പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവരവിടുന്ന് ഫ്ലാറ്റ് വിട്ട് ഗ്രാൻഡ് പേരൻസിനോടൊപ്പം ജീവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, കാരണം അതിന്റെ വരുംവരായികളെ കുറിച്ച് നമ്മൾ വണ്ടർ ചെയ്യുക, ഏതാ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളത്. അപ്പൊ അതാണ്, അതൊക്കെ മാനേജ് ചെയ്ത് പോകും. കാലഘട്ടം മാറിപ്പോയി. അതെ, നമ്മൾ അതിനകത്ത് കുറച്ച് സെൽഫ് ട്രെയിനിങ് എടുത്തേ പറ്റും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അവരോടൊപ്പം കോമ്പീറ്റ് ചെയ്തു. ശരിയാ സാറേ, നമ്മളെ സ്റ്റോറി ഒന്ന് കേൾക്കാനുള്ള ക്ഷമയൊന്നും കുട്ടികൾക്കില്ല. കാരണം നമ്മളെല്ലാം വിഷ്വലൈസ് ചെയ്യുന്നു കഥ കേട്ടിട്ട്. ആ ഒരു ടെൻഡൻസിൽ അവർക്കെല്ലാം കാണണം, കണ്ടാൽ മാത്രമേ അവർക്ക് മനസ്സിലാവും. ആ ഒരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ദേ ഫീൽ ബോറിങ് നമ്മൾ കഥ പറഞ്ഞാല്. ആ അവസ്ഥയാണ്. വിഷ്വൽ മൊഡാലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് അറിയാതെ വന്നു പോകുമോ? ഓക്കെ, ഈ പറഞ്ഞ പോലെ പറയൂ. വിഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആയിട്ട് ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പിള്ളേർ വളരെ അഡിക്റ്റഡ് ആണ്. ഏത് സമയവും നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ വിചാരിക്കും എന്താ ഇത്ര നോക്കാനുള്ളതെന്നൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്നാൽ അതിന്റെ ഒരു വലിയ മെച്ചം പ്രാക്ടിക്കൽ ലൈഫിൽ കാണുന്നില്ലെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്. അതായത് മക്കളുടെ കാര്യത്തിലേ എന്തായാലും ഈ നേരത്തെ ഒരു ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തില് അവന് പിന്നെ മൊബൈൽ ഈ നമ്മുടെ നെറ്റ് റീചാർജ് ചെയ്യാനുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് എന്തോ ടെക്നിക്ക് കണ്ടുപിടിച്ചു. ഇപ്പൊ കമ്പനി ഞാൻ പറയുന്നില്ല. അപ്പൊ അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്നാലത് നമ്മൾ ഡിസ്കറേജ് ചെയ്തു, പെട്ടെന്ന് തന്നെ അത് നിരാകരിച്ചു. അത് വലിയ തെറ്റല്ലേ? അപ്പം പ്രത്യേകിച്ച് പൈസ മുടക്കാതെ. അപ്പൊ അത്ര കഴിവ് ഒക്കെ കാണിച്ചെന്ന് പറയാത് ചെറുപ്പത്തില്. അത്ര ചെറുപ്പത്തിൽ അത്ര ഒരു എക്സ്പോഷർ കൂടിപ്പോയി. ഓക്കെ സാർ, ഓക്കെ. അതന്നെ സാർ, അതിൽ നമ്മള് വല്ലാണ്ട് കുറ്റം കൊള്ളുന്നുണ്ട്. കുട്ടികള് ഇതിലെ ചെറിയ കുട്ടി ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, അത് അവരെ ദേ ഗെറ്റ് മോട്ടിവേറ്റഡ്. അപ്പൊ അവര് കൂടുതൽ അതിനേക്ക് അഡിക്റ്റ് ആവുക ചെയ്യുന്നെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ചെറിയ പ്രായത്തിൽ പഠിക്കേണ്ട അത്ര പഠിച്ചാൽ മതിയല്ലോ. വലിയ ആള് പഠിക്കേണ്ട, ചെറിയ കുട്ടി പഠിക്കേണ്ടല്ലോ. പാരന്റ്സ് ശരിക്കും അതിനെപ്പറ്റി ശരിക്കും ബോധം വേണം. എല്ലാം എഡിക്റ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവർക്ക് ദേഷ്യമായിട്ടില്ല. സാർ, ഈ കഥ പറയലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾക്ക് കഥ പറയുന്നൊന്നും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ പോയിട്ടാകുമ്പോ കഥ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ ദിവസം ഒരു കഥയൊന്നും പോരാ. ഒരു രാത്രി കുറെ കഥകൾ അവർക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അവിടെ ആയതുകൊണ്ടാന്ന് തോന്നുന്നത്. കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും പഠിക്കാനും ഗ്രാൻഡ് ഫാദേഴ്സ് വളരെയേറെ പ്രയോജനകരമായിരുന്നു. അവരുടെ സ്വഭാവ രൂപീകരണം കൊള്ളാം. പക്ഷെ ഇന്ന് അണുകുടുംബം ആയതുകൊണ്ട് അതിനുള്ള അച്ഛനമ്മ ഇടയ്ക്ക് ബ്രേക്ക് ആവും. അതെ, കുമാർ സാർ കേൾക്കുന്നു? ഞാനാണോ? പറഞ്ഞോ കുമാർ സാർ, പറഞ്ഞോ. ഇടയ്ക്ക് ബ്രേക്ക് എപ്പ പറഞ്ഞ കുട്ടിക്കുന്നേ ഇടയ്ക്ക് ഈ മാതാപിതാക്കളോ പിന്നെ ഗ്രാൻഡ് ഫാദറും മദറും വളരെയേറെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പഠിക്കാനും ഒക്കെ വളരെയേറെ പ്രയോജനമായിരുന്നു. ഇന്ന് അണുകുടുംബത്തിൽ അതിന് സാധ്യത വളരെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഗ്രാൻഡ് മദറും ഫാദറും പറഞ്ഞു കൊടുക്കുന്ന പോലെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കാൻ പലതും ഒക്കില്ല. അവർക്ക് സമയവും ഇല്ല. അതിനുള്ള സാധ്യത ഇന്ന് വളരെയേറെ കുറഞ്ഞു വരികയാണ്. സമയമില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതെ, ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് സാധാരണ കുട്ടികളെ കൂടുതൽ സ്വാധീനിക്കാൻ പറ്റുന്നില്ല. മിക്കവാറും പേരൊക്കെ ജോലിയിലായിരിക്കും. പിന്നെ അവരും ഈ ആയിട്ടുള്ള ഒരു മൊബൈലും പാട്ടും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കുകയാണ്, ഇവരെ ഇഗ്നോർ ചെയ്യുകയാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഗ്രാൻഡ് പേരൻസ് ആണ്. ഗ്രാൻഡ് പേരൻസ് നല്ല രസമുള്ള രീതിയിൽ തമാശ രൂപത്തിൽ ഏറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് മാറ്റാൻ നോക്കണം. ഞാനിവിടെ ആണെങ്കിൽ കൊച്ചു കുട്ടിയാണ്. അവരെപ്പോഴും
അവർക്ക് ഈ മൊബൈലും പാട്ടും കേട്ടിരുന്ന് വരെ ആഹാരം കഴിക്കുന്നത്. അത് കറണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കുട്ടികളാണെങ്കിൽ മാറ്റി അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നമ്മളറിയാലോ, നമ്മൾ ഇത്രയൊക്കെ ആയി ആ രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഇപ്പോഴത്തെ വലിയ ഗ്രാൻഡ് ഫാദേഴ്സിനൊക്കെ അത് അറിവുണ്ട്. അപ്പൊ ആ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് നമ്മുടേതായ റോളുണ്ട്. ആ രീതിയിൽ നമ്മൾ ഇപ്പം നല്ല രീതിയിൽ ഇതുപോലെ കൗൺസിലിംഗ് ക്ലാസ്സുകളും മൈൻഡ്ഫുൾ പേരന്റിങ്ങും ഒക്കെ പഠിച്ച ആൾക്കാർക്ക് ആ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അവരെ നല്ല നിലയിലാക്കാൻ നോക്കും. കാരണം ഇതിലേക്ക് കൂടുതൽ അഡിക്റ്റ് ചെയ്തായി കഴിഞ്ഞാൽ അവർ വഴി തെറ്റിപ്പോകാൻ ഏറെ ചാൻസ് ഉണ്ട്. അവർ തുറന്നാൽ കിട്ടുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ ഒന്നുമല്ല, ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. 5-8 വയസ്സ് 5-6 വയസ്സ് മുതലേ മൊബൈല്, 10-12 വയസ്സ് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ട്. അതൊക്കെ വെച്ചോണ്ടാണ് കുട്ടികൾ കാണുന്നത്. നമുക്ക് അവരുടെ ഒന്നും പറയാനും പറ്റിയില്ല. ക്ലാസ് ആണ്, അതാണ്, ഇതാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസ്. മറ്റവർക്ക് ഒട്ടും സമയവുമില്ല. അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ഏറെ സാധിക്കും. അതിന് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രാൻഡ് പേരൻസ് കൊച്ചുകുട്ടികളുടെ ഗ്രാൻഡ് ചിൽഡ്രന്റെ ശത്രുവായിട്ട് മാറും. സാറ് പറയുന്ന പോലെ നമ്മൾ തുടങ്ങിയ, അതാണ് വേറൊരു വിഷയം. ശരിയാണ് സാറ് പറഞ്ഞേ. ഇപ്പൊ സ്കൂളിൽ വന്ന ഉടനെ ഗ്രാൻഡ് ഫാദറിനൊക്കെ വരുന്നൊരു സ്വഭാവമുണ്ട്. പക്ഷെ ഇതൊക്കെ സാറ് പറഞ്ഞ പോലെ പ്രവർത്തിച്ചു തുടങ്ങിയാല് അവസാനം അവര് കാണുമ്പോൾ ദേഷ്യം വരും, അടുക്കാതെ വരും. പിന്നെ ഫിസിക്കലായിട്ട് വരുന്ന ചില ഇതുണ്ട്, ഈ കണ്ണിനുള്ള പ്രശ്നങ്ങളും മറ്റൊക്കെ. ഞാൻ ഈ അടുത്തിടെ ഗിരിധറിലെ ഡോക്ടറെ കണ്ടപ്പോൾ കൊച്ചു പിള്ളേര് ഈ മലന്ന് കിടക്കുന്ന കൊച്ചിനെ മൊബൈല് കാണിച്ചു കണ്ടാണ് അമ്മ വേറെ കാര്യങ്ങളൊക്കെ പോണം ഇത് കണ്ടുകൊണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ കണ്ണുകൾക്ക് വിഷയമായി. അപ്പൊ ടെസ്റ്റിന് കൊണ്ടുവന്ന് എങ്ങനെ ഇത് കണ്ടുപിടിച്ചെന്ന് അറിയാൻ മേലത്തെ കൊണ്ടുവന്നിട്ട് അവർ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, കുട്ടികളെ പുറത്തേക്ക് നോക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മുറിക്കകത്ത് തന്നെ ഉള്ളത് ഗെയിമോ വല്ലോ ഒക്കെ പഠിപ്പിക്കാൻ നോക്കുക, അല്ലാതെ വേറെ മാർഗമില്ല, അല്ലെങ്കിൽ പ്രശ്നമാണ് എന്നാ പറയുന്നത്. ഈ മസിൽസിന്റെ കൺട്രോൾ വിട്ടുപോകും. പിന്നെ സ്പെക്സ് വെക്കുക, അത് ഭയങ്കരമായ പവറിൽ വരുന്നു എന്നാ പറയുന്നത്. ശരിക്കും മസിൽ മൂവ്മെന്റ് ഉണ്ടാകത്തില്ല അല്ലെ? ഇതിങ്ങനെ അതാണ് അതെ, എല്ലാം ഇങ്ങനെ പീപ്പിള് ചെറുതാക്കി വെക്കുകയല്ലേ. ഈ കഴുത്തിന്റെ ബാക്കിലുള്ള ആ വേദന നല്ല. കാരണം ഇപ്പൊ വലിയ ആൾക്കാരായാലും ഇപ്പൊ ആരോ ഇവിടെ തന്നെ നമ്മുടെ ക്ലാസ് പറഞ്ഞു 25 മിനിറ്റ്സ് കഴിയുമ്പോൾ അലാറം വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. 25 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ പിള്ളേരിങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡൈവേർഷനും ഇല്ല. അതൊരു വിഷയമാണ്. ഭാവിയിലേക്ക് നല്ലൊരു സ്കോപ്പുള്ള ബിസിനസ് ആണ് കണ്ണാടി, കണ്ണ് ടെസ്റ്റും, ഐ സ്പെഷ്യലിസ്റ്റ്. സാറേ അതുപോലെ അടുത്തടുത്തുള്ള വീടില് ഒരു സംഭവം നടന്നിരുന്നു മുമ്പ് വരെ പറഞ്ഞു. അതായത് അടുത്തടുത്ത് ഒരുപോലെയുള്ള വീടാണ്. ഈ കുട്ടി ആൺകുട്ടി പിന്നെ മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ വരികയാണ്. വന്നിട്ട് വീട് മാറിപ്പോയി. അടുത്ത് മറ്റേ വീട്ടിൽ കേറിയിട്ട് അവിടെ ഇരുന്നിട്ട് പറയാ ചോറ് വിളമ്പെന്ന്. അങ്ങനെ വരെ സംഭവിക്കുന്നുണ്ട്. അത് ലോഹ്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഫിസിക്കലായിട്ട് പ്രശ്നം ഉണ്ടാകും എന്ന് കുട്ടികളെ ധരിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യാനായി ഗ്രാൻഡ് പേരൻസിനും പേരൻസിനും പറ്റുള്ളൂ. അതേ ഉള്ളൂ. ഇതിലേക്ക് കൂടുതൽ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ മെമ്മറി പവർ പോകും. എല്ലാം വിഷ്വലായിട്ട് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ അഡിക്റ്റഡ്, എല്ലാത്തിനും ഈ പറയുന്ന ഇത് ശ്രദ്ധിച്ചിരുന്നാൽ അവരുടെ മെമ്മറി പവർ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കുറയ്ക്കാൻ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ച് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അല്ല, അതിപ്പോ റോയ് സാറ് പറഞ്ഞ പോലെ പണ്ട് നമ്മള് ചെറിയ കുട്ടികളെ ഇങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുമ്പോ ഇത് പിന്നെ ഇങ്ങനെ എന്താ ഈ പശുക്കളെല്ലാം കാണിച്ചിട്ട് ഇങ്ങനെ പൂമ്പാറ്റ ഇത് അല്ലെങ്കിൽ ഒരു ചെടീന്റെ അടുത്തെല്ലാം കൊണ്ടുപോയിട്ട് കാണിക്കുന്നതിന് പകരം അത് കുറച്ച് പണിയല്ലേ, എഫേർട്ട് എടുക്കണ്ടേ? അതിന് പകരം ഒരു മൊബൈല് കാണിച്ചു കൊടുത്താലെല്ലാം തീർന്നു. അപ്പൊ കുട്ടിക്കാണെങ്കിൽ അത് ഭയങ്കര അതിന്റെ അഡിക്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രശ്നമെല്ലാം ഉണ്ട്. മൊബൈല് കാണിച്ചിട്ടാണ് ഇപ്പൊ എല്ലാ പരിപാടി. നമ്മക്കൊരു പ്രശ്നമല്ല, മൊബൈൽ കൊടുത്ത് തന്നെ കുട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കും. കളിക്കുന്നത് മേഡം എത്ര കുറവാ ഇപ്പൊ കുട്ടികള്, പെൺകുട്ടികള് പ്രത്യേകിച്ച് കളി തീരെ കുറവാ. എക്സസൈസ് കുറഞ്ഞ അത് ഭയങ്കര ദോഷല്ലേ.
ഓക്കെ, വേറെ ജോർജ് സാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? നാളത്തേക്ക് നമുക്ക് മൈൻഡ്ഫുൾനെസ്. സാറേ ജോർജ് സാർ പറയും. താങ്ക് യു സാർ, താങ്ക് യു. സാറേ, ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ഋഷി സാറ് പറഞ്ഞ പോലെ എല്ലാം ഗ്രാൻഡ് പേരൻസ് ആണ്. നമ്മൾ ഈ കാലഹരണപ്പെട്ട സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് പോയി ആര് കേൾക്കാൻ, എവിടെ പറയാനും? നമ്മൾ തന്നെ പറഞ്ഞ് അവസാനം ഒന്ന് നെടുവേർപ്പിട്ട് നിർത്തുക അല്ലാതെ ഇതൊന്നും നാടോടുമ്പോ നടുവ് ഓടണം എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മൾ തന്നെയാണ്. നമ്മൾ തിരിഞ്ഞോടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റും. ഇത് തന്നെ എല്ലായിടത്തും നടക്കുന്നു, ലോകം മുഴുവൻ അങ്ങനെയാ. ഞാൻ ഈയിടെ ഒരു വാട്സാപ്പ് മെസ്സേജ് കണ്ടു. തിരുവനന്തപുരം RCCയിലോ മറ്റോ ചെന്ന ഒരു സുഹൃത്ത് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെന്ന. അപ്പൊ സുഹൃത്തായ ഡോക്ടർ പറഞ്ഞു, ഇരിക്കെ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഒരു ദിവസം 100ഓളം കുട്ടികൾ അവിടെ കണ്ണിന്റെ ആയിട്ട് ബന്ധപ്പെട്ട അസുഖം, ക്യാൻസർ രോഗം. അതിന് അയാൾ പറഞ്ഞ കാര്യം ഇത് തന്നെയാണെന്ന് പറഞ്ഞാണ് ആ വാട്സപ്പ് മെസ്സേജ് കണ്ടത്. അത് 2-3 ഇതേപോലെ കേൾക്കാനിട വന്നു. എത്ര ശരിയോ എത്ര തെറ്റോ അറിയില്ല, പക്ഷെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. റേഡിയേഷൻ പവർ ഹാംഫുൾ ആണ്. എക്സ്റേ റൂമിന്റെ സൈഡിൽ പോകുന്നവന് പോലും ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാകുന്ന പറയണത്. അങ്ങനെയെങ്കിൽ പിന്നെ ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ നോക്കിയിരുന്നാൽ ഉണ്ടാകാവുന്ന ദോഷം എത്രയാ? പക്ഷെ ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ? നമ്മളെക്കാൾ കൂടുതൽ അറിയാമെന്ന് പറയുന്നവര് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് ഇപ്പൊ വാസ്തവത്തിൽ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കൂട്ടത്തിൽ കൂടി പോവുക എന്നുള്ളതല്ലാതെ ഒറ്റയാൻ മൂവ്മെന്റ് ഒന്നും സക്സസ് ആകുമെന്നും മറ്റേ കരുതാനില്ല. പിന്നെ പറ്റുന്നു നോക്കാം. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പറയുകയും ചെയ്യുകയും ചെയ്താൽ നമുക്കൊരു സുഖമുണ്ട്, മനസ്സിനൊരു സുഖമുണ്ട്, അത്ര തന്നെ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. നാളെ വീണ്ടും കാണാം. സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.